ടൈം ബെൽറ്റ് മാറുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചുറ്റിനുള്ള സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റണം. ഈ കൂളൻ്റ് ടാങ്ക്, ഈ ബ്രീത്തർ, ഓയിൽ ബ്രീത്തർ, ഇതാണ് നമ്മുടെ ടൈം ബെൽറ്റിൻ്റെ കവർ. ഈ കവർ അഴിച്ചിട്ടാണ് നമ്മൾ ഇതിൽ അപ്പോൾ ആദ്യം നമുക്ക് ഈ കവറൊക്കെ അഴിച്ച് സെറ്റാക്കും. അപ്പോൾ ഓൾറെഡി ഇവിടെയുള്ള സാധനങ്ങളെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ സെപ്പറേറ്റർ എല്ലാം അഴിച്ച് മാറ്റി നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓൾട്ടർനേറ്റർ ബെൽറ്റ്, അതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഓൾട്ടർനേറ്റർ ബെൽറ്റ്. അത് അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ പുള്ളി എൻജിൻ പുള്ളി അഴിക്കണം. എൻജിൻ പുള്ളി എന്ന് പറഞ്ഞാൽ 10ൻ്റെ മില്ലിംഗ് ബോക്സ് വെച്ച് നമുക്ക് അഴിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ബെൽറ്റ് അഴിച്ചിട്ട് എൻജിൻ പുള്ളി കൂടി അഴിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ എൻജിൻ പുള്ളി. ഇതിൽ വരുന്നത് 10ൻ്റെ മില്ലിങ്ങിൻ്റെ ബോൾട്ടാണ്. ഇതാണ് ബോൾട്ട്. ഇതിൽ 4 ബോൾട്ടാണ് വന്നത്. ഇവിടെ സ്റ്റഡി, ഇതാണ് വണ്ടിയുടെ ക്രാങ്കിൻ്റെ പുള്ളി. ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇനി കവർ അഴിക്കണം. ഇതെല്ലാം 10ൻ്റെ ബോൾട്ട്. ഈ മേളിലെ കവറിൽ 10ൻ്റെ ബോൾട്ടും താഴത്തെ കവറിൽ എലങ്കിയാണ് വരുന്നത്, 5ൻ്റെ എലങ്കിയാണ് വരുന്നത്. താഴത്തെ കവർ 5ൻ്റെ എലങ്കി. ഇതാണ് നമ്മുടെ ടൈം ബെൽറ്റ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാമിൻ്റെ പുള്ളി. ഇത് ടൈം ബെൽറ്റിൻ്റെ ടെൻഷനർ. ഇതാണ് നമ്മുടെ ടൈം ബെൽറ്റ്. ഇനി നമ്മളിത് പുള്ളി കറക്കി ഇതാണ് ടൈമിങ് കറക്റ്റ് ചെയ്യുന്ന ഹോൾ. ഇതാണ് ഇതിവിടെ കൊണ്ടുവന്ന് നമ്മൾ ലോക്ക് ചെയ്യണം. അടുത്ത നമുക്ക് ടൈമിങ് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ബെൽറ്റ് അഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ബെൽറ്റ്. അങ്ങനെ നമ്മൾ ടൈമിങ് ലോക്ക് ചെയ്തേക്കുന്നു. ക്യാമിൻ്റെ പുള്ളി ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമിൻ്റെ പുള്ളി നമ്മളങ്ങനെ ലോക്ക് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്രാങ്കിൻ്റെ പുള്ളി ആ ഹോളിൻ്റെ നേരെ കാണുന്ന ടൈമിങ് നമ്മളതും ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈമിങ് നമ്മൾ കറക്റ്റ് ചെയ്തേക്കുന്നു. ഇനി നമുക്ക് ടെൻഷനർ ലൂസ് ചെയ്ത് നമുക്ക് ഇനി ബെൽറ്റ് ഊരിയെടുക്കാം. ക്യാമിൻ്റെ പുള്ളി ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തേക്കുന്നു. നമ്മൾ നേരെ ഇതാ ക്രാങ്കിൻ്റെ പുള്ളി ആ ഹോളിൻ്റെ ടൈമിങ്. ടെൻഷനർ ലൂസ് ചെയ്തിട്ട് ബെൽറ്റ് ഊരിയെടുക്കും. നമ്മളങ്ങനെ ബെൽറ്റ് ഊരിയെടുത്ത് മൊത്തം ഫ്രീ ആണ്. ഇനി നമുക്ക് വാട്ടർ പമ്പ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പമ്പ്. ഇതിന് 3 ബോൾട്ടാണ് വന്നത്. ഇവിടെ 3ആയിട്ട് 12ൻ്റെ 3 ബോൾട്ടാണ്. അത് 3 അഴിച്ച് നമുക്ക് വാട്ടർ പമ്പ് പുറത്തേക്ക് ഊരിയെടുക്കാം. നമ്മളങ്ങനെ നമ്മുടെ വാട്ടർ പമ്പ് ഊരിയെടുത്ത് ഇനി നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ പുതിയ വാട്ടർ പമ്പ്. ഇത് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ വാട്ടർ പമ്പ് പുതിയ പിടിപ്പിച്ച് പുതിയ ടെൻഷനർ റൂട്ട്. ഇനി നമുക്ക് ടൈം ബെൽറ്റ്, നമ്മുടെ ടൈം ബെൽറ്റ് പുതിയ ടൈം ബെൽറ്റ് അങ്ങോട്ട് ഇടാം. ഇപ്പോൾ നമ്മൾ പുതിയ ബെൽറ്റും വാട്ടർ പമ്പ് ടെൻഷനർ എല്ലാം അങ്ങനെ പുതിയതാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ടൈമിംഗ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. താഴത്തെ ടൈമിങ് നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇനി നമുക്ക് ഒരു റൗണ്ട് ഫുള്ളൊന്ന് ബെൽറ്റൊന്ന് ഫ്രീ ആയിട്ട് കറക്കി പോകണം. എന്നിട്ട് നമ്മൾ കവർ പിടിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ കവറൊക്കെ പിടിപ്പിച്ച് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കിൻ്റെ പുള്ളി പിടിപ്പിക്കുക. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളി എടുത്ത് നമ്മൾ ഇനി പിടിപ്പിക്കുക. ക്രാങ്കിൻ്റെ പുള്ളി പിടിപ്പിച്ചിട്ട് ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ഇടണം. അങ്ങനെ നമ്മൾ ക്രാങ്ക് പുള്ളിയും പിടിപ്പിച്ച് ഓൾട്ടർനേറ്റർ ബെൽറ്റൊക്കെ ഇട്ട് ഇനി നമ്മൾ ഈ സെപ്പറേറ്ററും തിരിച്ച് കൂളൻ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് കൂളൻ്റ് ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാം കൂളഞ്ഞ ടാങ്കും എല്ലാ സംഭവമൊക്കെ തിരിച്ച് ആക്കി റീസെറ്റ് ചെയ്ത് ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളൻ്റ് ഒഴിക്കും. കൂളൻ്റ് നമ്മളങ്ങനെ ഒരു ക്യാനിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക.
കൂളൻ്റ് 5 ലിറ്ററാണ് കൂളൻ്റ് വരുന്നത്.